ലോകകപ്പിന് ഇനി ദിവസങ്ങളേയുള്ളൂ. കേരളം മുഴുവൻ ഫുട്ബോളിൻ്റെ ആവേശത്തിലാണ്. എല്ലാ ടീമുകൾക്കും നമ്മുടെ സംസ്ഥാനത്ത് ആരാധകരുണ്ട്. ഇതൊരു അർജൻറ്റീന ആരാധകൻ്റെ വീടാണ് വയനാട് മീനങ്ങാടിയിൽ. ചെറിയ ആരാധകനൊന്നും അല്ല, ഒരു ഒന്നൊന്നര ആരാധകനാണ്. ഈ വീടും പരിസരവും കണ്ടാൽ മനസ്സിലാവും. വലിയ ഫ്ലെക്സ് ഉണ്ട്, മതിൽ, ഗേറ്റ് ഒക്കെ അർജൻറ്റീന മയമാണ്. ഗേറ്റൊക്കെ ഇപ്പോൾ പെയിൻറ്റ് ചെയ്തതാണ്. ഗേറ്റ് അടക്കം അർജൻറ്റീനയുടെ നിറമാണ്. വീട്ടുകാരൊക്കെ അർജൻറ്റീന ജേഴ്സിയിലാണ്. ഫുട്ബോൾ താരങ്ങളാണ്. ഉമ്മർ അലി നേരത്തെ വയനാട്ടിൽ നിന്ന് ആദ്യമായി സ്റ്റേറ്റ് കളിച്ച ഫുട്ബോൾ താരമാണ്. സ്റ്റേറ്റ് സ്കൂൾ താരമായിരുന്നു. അത് കഴിഞ്ഞ ക്രൈസ്റ്റ് കോളേജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, KSCB, റിസർവ് ബാങ്കിനൊക്കെ കളിച്ച ഫുട്ബോൾ താരമാണ്. സഹോദരൻ സഹീർ അലി, മക്കൾ എല്ലാവരും അർജൻറ്റീനയുടെ മെസ്സി ജേഴ്സിയിലാണ്. എന്താണ് ഈ ആരാധനൻ്റെ ഒരു രഹസ്യം? അത് ഫുട്ബോളിനോടുള്ള ഇഷ്ടം തന്നെ. പിന്നെ നമ്മൾ സാധാരണ കളിക്കാരിൽ നിന്ന് വ്യത്യസ്തമായ രണ്ട് കളിക്കാരെ കളി കണ്ടിട്ടാണ് നമ്മൾ ഈ ഫുട്ബോളിലേക്ക് കടന്നു വരുന്നത്. മറഡോണ, മെസ്സി. മറഡോണൻ്റെ കളിയോടുള്ള ഇഷ്ടം തന്നെയായിരുന്നു ഇതിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കാരണം. ഫുട്ബോൾ താരം കൂടിയായിരുന്നു. ഇടയ്ക്ക് വെച്ച് എന്തോ ബ്രേക്ക് എടുത്ത് ഇഞ്ചുറി ഒക്കെ ആയിട്ട് അങ്ങനെ അവസാനിപ്പിച്ചതാണ്. അതെ, മുട്ടിന് ലിഗമെന്റ് സർജറി കഴിഞ്ഞ് ഷെർലക് ജോസ് സാറാണ് ചെയ്ത് കുറേ കാലം കഴിഞ്ഞു, ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ട്. അന്നത്തെ അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ ഓപ്പറേഷൻ കാര്യത്തിനുള്ള. ലേറ്റായി പോയി ഒരുപാട്. അതിനിടയ്ക്ക് എന്തോ ഒരു സെവൻസ് ഒക്കെ കൊണ്ടു നടന്നില്ലേ, ബൊക്ക ജൂനിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സെവൻസ് ടീം ഉണ്ട്. അതെ, അതും ഈ അർജന്റീനയോട് മറഡോണയുള്ള ഇഷ്ടം കൊണ്ട് ബൊക്ക ജൂനിയേഴ്സ് എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു. സെവൻസ് 5-6 കൊല്ലം കൊണ്ട് നടന്നു. ഒരുപാട് മലപ്പുറം ഏരിയയിൽ, തമിഴ്നാട്, കണ്ണൂർ, കോഴിക്കോട് എല്ലാ ഭാഗത്തും കളിക്കാൻ കൊണ്ടുപോയിരുന്നു ടീമിനെ. അതിന് കുറേ നല്ല സൗഹൃദം കിട്ടി. അതുകൊണ്ട് പുതിയ ബാച്ച് കുട്ടികളായിട്ട് ഇപ്പോഴും നല്ല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ഈ വേൾഡ് കപ്പിന്റെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ആരാധന ഇങ്ങനെ വേൾഡ് കപ്പ് വരുമ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ഒരുക്കാൻ തുടങ്ങി ഇത്തവണയാണോ മുമ്പുണ്ടോ? അല്ലല്ല, മുമ്പുണ്ട്. 2002 മുതലുണ്ട്. 2002 മുതൽ 86. പിന്നെ ആ ടൈമിൽ നമ്മൾ ചെറുതാണ്. പിന്നെ ഇങ്ങനത്തെ ഫ്ലെക്സ് കാര്യങ്ങളൊന്നും വന്നിട്ട് കുറേ ഉണ്ടല്ലോ, കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, പെയിന്റും തോരണവും. അതെ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ 2 ദിവസം മുമ്പൊക്കെ പ്രതികൂല കാലാവസ്ഥയാണല്ലോ, മഴയായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരായ ബിജു, ഷിജു, പിന്നെ അജയ്, ഫോറസ്റ്റിലുള്ള അജയ്, അവരൊക്കെ വന്ന് രാത്രി ഇത് കെട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു. മൂത്ത സഹോദരൻ സഹീർ അലി വയനാട് ജില്ലാ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അർജന്റീന ആരാധകനാണ്. ആ കാലത്ത് ഇറങ്ങിയതാണല്ലോ ജില്ലാ ടീം. വയനാട് ജില്ലേൻ്റെ 2 വർഷത്തെ ക്യാപ്റ്റനായിരുന്നു. ഒരുപാട് വയനാട് ജില്ലക്കിൻ്റെ പല ഭാഗങ്ങളിൽ കളിച്ചിട്ടുണ്ട്. കോഴിക്കോട് കളിച്ചിട്ടുണ്ട്. പിന്നെ പ്രിയപ്പെട്ട അനിയനാണ് എല്ലാ പൊസിഷനിലും എത്തിയത്. വലിയ പൊസിഷനിൽ എത്തേണ്ട ആളായിരുന്നു. പ്രാവശ്യം എന്തായാലും അർജന്റീന തന്നെ ആയിരിക്കും 2ാം തവണ. പിന്നെ തീർച്ചയായിട്ടും മറഡോണാണ് നമ്മുടെ പ്രിയപ്പെട്ട. അവിടെ നിന്ന് കൂടെ തുടങ്ങിയതാണ്. മക്കളൊക്കെ ജേഴ്സിയിലാണ്. അതെ, ഫുട്ബോൾ ആരാധകരാണ്. അർജന്റീനയോടും മെസ്സിനോടൊക്കെ ഉള്ള ഇഷ്ടം നല്ലോണം ഉണ്ട്. ജയിക്കും. ഈ വർഷം അർജന്റീന കപ്പുണ്ടോ? ഉമ്മ മരണപ്പെട്ടു പോയി. ഉമ്മ അതിനെക്കാട്ടി ഭയങ്കര ഇൻട്രസ്റ്റാണ്. നമുക്ക് എല്ലാവിധ പിന്തുണയും ചെയ്യുന്ന ഒരാളായിരുന്നു. നമ്മളെ ചെറുപ്പം മുതലേ കളിച്ച് വരുന്ന, നമ്മൾ രണ്ടാളും കളിച്ച് വരുമ്പോഴുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി കളിക്കുന്ന, മടക്കി വെച്ച് തരുന്ന ഒരു ഉമ്മയായിരുന്നു. അതേപോലെ ഇവിടെ 86 കളി നടക്കുമ്പോൾ ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. രാത്രി 3 മണിക്ക് 2 മണിക്ക് എല്ലാവരും ഇവിടെ വന്നിട്ടായിരുന്നു കളിയാണ്. അന്ന് അധികം TV ഒന്നും ഇല്ലല്ലോ. അന്ന് എല്ലാവർക്കും ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കായിരുന്നു. രാത്രി എല്ലാവർക്കും വരാനൊരു ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഈ കളി ലോകകപ്പ് തുടങ്ങുമ്പോൾ ആൾക്കാരത് പറയും, പണ്ടത്തെ ലോകം. ഇപ്പോൾ എല്ലായിടത്തും TV ആയതുകൊണ്ട് കാണാൻ ആൾക്കാർ കുറഞ്ഞില്ലേ. പിന്നെ ക്ലബ്ബുകളിലൊക്കെ അല്ലേ. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഡിമേരിയയ്ക്ക് പകരം ഒരു പ്ലെയർ ഫോമായി വരണം. ഡിമേരിയൻ്റെ ഒരു കുറവ് അർജന്റീനയ്ക്ക് ഉണ്ട്. പക്ഷെ അത് വേറെ ആരെങ്കിലും നികത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ചെറിയ ആരാധനയൊന്നുമല്ല, ഒന്നൊന്നര ആരാധനയാണ്. ഉമ്മയുടെ കാലം മുതൽ ആളുകൾ TV കാണാൻ വരുന്നതൊക്കെ ഇവിടെയാണ്. ഇത്തവണയും ലോകകപ്പിനെ വളരെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഈ അർജന്റീന കുടുംബം. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.